പല അലിഗേഷൻസും ഇതിനു മുന്നേ ഈ പുറത്ത് വിട്ടവരും ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാം. മെഡിക്കലിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വരെ പല അലിഗേഷൻസ് ഇതിനു മുന്നേ നിങ്ങൾക്കറിയാലോ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നെ പറ്റി. സോ എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അതുകൊണ്ട് പറയാനില്ല. ദയവേദി ഇപ്പൊ എനിക്ക് പറയാനുണ്ടെങ്കിൽ എന്തെങ്കിലും എനിക്ക് പറയാനുണ്ടെങ്കിൽ ഞാനത് എന്നെ സ്നേഹിക്കുന്നവർ എന്റെ പ്രേക്ഷകരുടെ മുന്നിൽ ഞാൻ വന്ന് പറഞ്ഞു. എനിക്കിതിൽ ഇപ്പൊ പറയാനുള്ളത് എന്തായിരിക്കും പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇത് വരാൻ കുറെ പേര് പറഞ്ഞത് ഫേക്കാന്ന് കുറെ പേര് പറയുന്നുണ്ട്. അവർക്ക് കിട്ടണം എന്നൊക്കെ പറഞ്ഞ് കുറെ നെഗറ്റീവ് അങ്ങനെ വരുന്ന കുറെ ആൾക്കാർ. എനിക്ക് അതിനെപ്പറ്റി ഞാൻ പറഞ്ഞില്ല. ഇതിന് മുന്നേ അലിഗേഷൻസിന്റെ ഒരു നിര തന്നെ എനിക്കെതിരെ വന്ന ഒരു വേറൊരു ഹോസ്പിറ്റലിന്റെ പേരും പറഞ്ഞു ഒരുപാട് ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ. അതൊക്കെ ഞാൻ നിങ്ങൾ കാണുന്ന പോലെ തന്നെയാണ് ഞാനും കാണുന്നത്. പിന്നെ ഒന്നേ പറയാനുള്ളൂ, ഇപ്പം ഇങ്ങനെ ഉണ്ടെങ്കിലും ഇല്ല നമ്മൾ ഇതിപ്പം എന്താ അതിനെപ്പറ്റി പറഞ്ഞു. നമുക്ക് ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ, ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ നമ്മൾക്കൊക്കെ നല്ല മനസ്സുള്ളവരാണ്. അപ്പൊ നമ്മുടെ പ്രാർത്ഥന ഇപ്പൊ ഇത് അറിഞ്ഞാൽ തന്നെ, ഇപ്പൊ അറിഞ്ഞാലും അറിഞ്ഞില്ലല്ലോ ഇങ്ങനെ ഒരു രോഗം ഒരു മനുഷ്യനുണ്ടെന്ന് അറിഞ്ഞാൽ പോലും നമ്മൾ എന്താ ഓർക്കുന്നത്, ദൈവമേ ശത്രുക്കൾക്ക് പോലും ഇത് വരണ്ടേ. എല്ലാവരുടെ മനസ്സിൽ നമ്മൾ എല്ലാരെ പറ്റി പ്രാർത്ഥനയോടെ ഇരിക്കുക, ഇഷ്ടമായ ചിന്തകൾ വിടുക, ഇതൊക്കെ എനിക്ക് പറയാനുള്ളത്. രേണു തന്നെ പറഞ്ഞിരിക്കുകയാണ് ഇതിനു മുന്നേയും പല അലിഗേഷൻസും രേണുവിനെ കുറിച്ച് വന്നിട്ടുണ്ട്. അപ്പോ അതൊന്നും സത്യമല്ലായിരുന്നല്ലോ. അതുപോലെ തന്നെയാണ് ഈ ഒരു വിഷയവും. ഇതും വെറും അലിഗേഷൻ മാത്രമാണ്, അല്ലാതെ അങ്ങനെ ഒരു സംഭവം ഇല്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എന്നെ സ്നേഹിക്കുന്നവരെ അല്ലെ എന്റെ പ്രേക്ഷകരുടെ അടുത്ത് ഞാനത് വന്ന് തുറന്നു പറഞ്ഞേനെ. ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ ഒരു അസുഖം വരരുത് എന്നാണ് ആഗ്രഹിക്കുന്നത് രേണു പറയുന്നുണ്ട്. ഈ ഒരു അസുഖം വന്നവരുടെ അല്ലെ ഈ അസുഖം വന്നിട്ട് വേദന അനുഭവിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ആർക്കും അങ്ങനെ ഒരു അസുഖം വരരുതെന്നാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന. കിച്ചുവിന്റെ ഒരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു, കണ്ടായിരുന്നു? എന്റെ പൊന്ന് ചേട്ടാ, ഉദ്ഘാടനമോ ബ്ലോഗോ എന്ത് വേണേലും നന്നായിട്ട് ജീവിക്കട്ടെ. സന്തോഷം സന്തോഷം, എന്നോടൊന്നും ചോദിക്കരുത്. ചേച്ചിക്ക് എന്താ തോന്നുന്നു? ചേച്ചി സന്തോഷം 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 സന്തോഷം. കണ്ടോ ആ വീഡിയോ? കണ്ടോ? സന്തോഷം ചേട്ടാ, ഞാൻ കണ്ടു. സന്തോഷം. ശരി, ഓക്കെ. രേണുവിന്റെ അടുത്ത് മീഡിയക്കാര് കിച്ചുവിനെ കുറിച്ചിട്ട്, അതായത് കിച്ചു കഴിഞ്ഞ ദിവസം ഒരു ഷോപ്പ് ഇനാഗ്രേഷൻ ചെയ്തു, അതിനെക്കുറിച്ച് ചോദിച്ചപ്പോ രേണു പറഞ്ഞ ഒരു മറുപടി അതൊരുമാതിരി മറ്റെടുത്തൊരു മറുപടി ആയിപ്പോയല്ലോ. അതെന്താണ്? അവൻ മാന്യമായിട്ട് വന്നിട്ടല്ലേ ആ ഒരു ഷോപ്പ് ഉദ്ഘാടനം നടത്തിയത്. എന്താ അവൻ അങ്ങനെയുള്ള അവസരങ്ങളൊന്നും കിട്ടുന്നത് രേണുവിന് അത്ര പിടിക്കുന്നില്ല എന്ന് തോന്നുന്നു. അന്തസ്സായിട്ട് തന്നെ അവൻ ജീവിക്കുന്നത്, അല്ലാതെ അവന്റെ അച്ഛന്റെ പേരിന് ഒരു മോശം വരുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തികളും അവൻ ചെയ്യുന്നില്ല. പക്ഷെ രേണു അങ്ങനെയാണോ ചെയ്യുന്നത്? അയാൾ മരിച്ചിട്ട് പോലും അയാൾക്ക് ഒരു സമാധാനവും കൊടുക്കാത്ത രീതിയിലുള്ള പ്രവൃത്തികളാണ് രേണു സുധി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കിച്ചുവിനെ കുറിച്ച് ചോദിച്ചപ്പം ഒരുമാതിരി ആക്കുന്ന രീതിയിൽ ഒരു മറുപടി. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം കിച്ചു ആ ഇനാഗ്രേഷൻ എത്തിയ സമയത്ത് രേണുവിനെ കുറിച്ച് മീഡിയക്കാര് കിച്ചുവിനോട് ചോദിച്ചപ്പോ അവൻ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. ഇപ്പൊ അമ്മ ഇടയ്ക്ക് വന്ന് ലൈവിലെല്ലാം വന്ന ഒരു കുറച്ച് വിവാദങ്ങളായല്ലേ, എന്താണ് കിച്ചുവിന് പറയാനുള്ളത്? നല്ല സൂപ്പർ, ഒന്നും പറയില്ലേ. ആ ഒരു ഡയലോഗിന് ഒരു തിരിച്ചടി ആയിട്ടാന്ന് തോന്നുന്നു രേണുവിന്റെ ഈ ഒരു മറുപടി. വ്യത്യാസമുണ്ട്. രേണു കിച്ചു നല്ല മാന്യമായിട്ടാണ് അവൻ മുന്നോട്ട് പോകുന്നത്, അല്ലാതെ രേണുവിനെ പോലെ അവിടവും കാണിച്ച് സ്വന്തം ശരീരം തന്നെ നാട്ടുകാരുടെ മുന്നിൽ പ്രദർശിപ്പിച്ചല്ല അവൻ പണം ഉണ്ടാക്കുന്നത്. അത് മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ എന്തായാലും ഇനി ഒരുപാട് അവസരങ്ങൾ കിച്ചുവിനും കിട്ടട്ടെ. അവനും ഒക്കെ ഇതിനുള്ള കഴിവുകളുണ്ട്. അവൻ നന്നായിട്ട് പാട്ട് പാടും. അതുപോലെ തന്നെ അവനും മുന്നോട്ട് വരട്ടെ. അവനും ഇല്ലേ, അവനും ഉണ്ട്. അവന്റെ അച്ഛൻ ഒരു കലാകാരനാണ്. ആ കഴിവുകളൊക്കെ അവനും കിട്ടിയിട്ടുണ്ട്. ഭയങ്കര സന്തോഷം തോന്നി. അവന് ഇൻഡിപെൻഡന്റ് ആവട്ടെ. അവനിപ്പോ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന കണ്ടു. ഭയങ്കര സന്തോഷം. ലൈക്ക് ടീഷർട്ട്സും ഒക്കെ ആയിട്ട് അവൻ കയറി വരട്ടെ. അവനിപ്പം ലൈക്ക് റാപ്പ് സോങ്സും കാര്യങ്ങളും പാടുന്നു, വൈറലാവുന്നു, മോഡലിംഗ് ഷൂട്ട്സ് ചെയ്യുന്നു. ഓണത്തിന് അവൻ ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോസ് കണ്ടിരുന്നു. ഇപ്പൊ ഇനോഗ്രേഷൻ ചെയ്യുന്നു. അതൊരു തുടക്കം മാത്രമാവട്ടെ. ഒരുപാട് ഇനോഗ്രേഷൻസ് അവന്റെ അമ്മയും ചെയ്യുന്നില്ലേ, അവനും ചെയ്യട്ടെ. അടിപൊളിയാവട്ടെ. എന്താണ് അച്ഛന്റെ ഉറപ്പായിട്ടുണ്ടാവും. ലക്ഷ്മി നക്ഷത്രം പറഞ്ഞ ഒരു മറുപടി കണ്ടില്ലേ? അതാണ്, അങ്ങനെ വേണം. അവനും കിട്ടട്ടെ. കാരണം അവനും അതിനൊക്കെ അർഹനാണ്. അവന് നല്ല രീതിയിൽ മുന്നോട്ട് വരട്ടെ. അവനിപ്പോ പുതിയൊരു ബിസിനസ് ഒക്കെ തുടങ്ങിയല്ലോ, അതിനെയൊക്കെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് ഇപ്പൊ ലക്ഷ്മി നക്ഷത്രയാണെങ്കിൽ പോലും സംസാരിച്ചത്. അതുപോലെയാണോ ഇത്രയും വർഷം കൂടെ താമസിച്ചിരുന്ന ഈ പറയുന്ന കിച്ചുവിനെ കുറിച്ച് മൂന്നാനമ്മ എന്ന് പറയുന്ന രേണുസുതി പറഞ്ഞത്? കിച്ചുവിന് ആ ഒരു ഇനാഗ്രേഷൻ കിട്ടിയാലും നല്ല കണ്ണിക്കടിയുണ്ട് കേട്ടോ രേണുവിന്. കാരണം രേണുവിനാണ് ഇപ്പൊ റീച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോഴത്താണെ കിച്ചുവിന് പുതിയ പുതിയ അവസരങ്ങൾ കിട്ടുന്നു. അവൻ പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങുന്നു. കണ്ടിട്ട് നല്ല കണ്ണുകടിയുണ്ട്. സമ്മതിക്കണം കേട്ടോ. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, കിച്ചുവിന്റെ ഈ ഒരു ഉയർച്ചയിൽ എന്തുകൊണ്ടും കൊല്ലം സുധിയുടെ ആത്മാവ്
സന്തോഷിക്കുന്നുണ്ടാവും. ആ ഒരു മനുഷ്യന്റെ അനുഗ്രഹം എന്നും ആ കുഞ്ഞിനോടൊപ്പം തന്നെ ഉണ്ട്. ക്യാൻസർ എന്ന് പറയുന്നത് ഞാൻ ഇന്നലെ ഒരു ഷൂട്ടിന്റെ ഇടയിലായിരുന്നു. ഞാൻ റൂമിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഓൺലൈനിൽ മൊത്തം അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ രേണുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ലൈക്ക് നോട്ട് റീച്ചബിൾ ആണ് കിട്ടിയിട്ടുള്ളത്. രേണുവിന് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇപ്പൊ ഫോൺ എന്റെ കയ്യിലില്ല. ഫോൺ അവിടെ ഒന്നും എടുത്തു വരും. അപ്പോൾ റിപ്ലൈ എന്തായാലും വരും. ഞാനും ആക്ച്വലി ലൈക്ക് ഭയങ്കരമായിട്ട് ഓൺലൈനിൽ കണ്ടപ്പോൾ ഒന്ന് പാനിക്കായി ചോദിച്ചിട്ടുണ്ട്. ലൈക്ക് അതൊക്കെ ചിലപ്പോൾ സോഷ്യൽ മീഡിയ ഓരോന്ന് പറയുന്നതായിരിക്കും. പക്ഷെ അതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് രേണുവിന്റെ റിപ്ലൈ വരട്ടെ. ഇപ്പം കഴിഞ്ഞൊരു 3 മണിക്കൂറായിട്ട് ഇനോഗ്രേഷൻ റിലേറ്റഡ് ആയിട്ട് ഞാൻ ഫോൺ നോക്കിയിട്ടില്ല. ഫോൺ അവിടെ വെച്ചിരിക്കുക. അങ്ങനെ കേട്ടോ, അറിയില്ല. പിന്നെ ലൈക്ക് പലർക്കും പലതും പറയാലോ. സത്യാവസ്ഥ അവർക്ക് മാത്രമല്ലേ അറിയുള്ളൂ. അപ്പൊ ചേച്ചി ഇതേപോലെ സോഷ്യൽ മീഡിയ ഇപ്പൊ ചേച്ചിക്ക് ഇതേ വരുന്ന പുതിയൊരു വിവാദമാണ് ചേച്ചിക്ക് ക്യാൻസർ ആണെന്നും അതിനെ സംബന്ധിച്ച് ഒരുപാട് ന്യൂസുകൾ പല കമന്റുകളും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ചേച്ചി എന്താണ് അതിനോട് പ്രതികരിക്കാനുള്ളത്? പല അലിഗേഷൻസും ഇതിനു മുന്നേ ഈ പുറത്ത് വിട്ടവരും ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാം. മെഡിക്കലിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വരെ പല അലിഗേഷൻസ് ഇതിനു മുന്നേ നിങ്ങൾക്കറിയാലോ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നെ പറ്റി. സോ എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അതുകൊണ്ട് പറയാനില്ല. ദയവേദി ഇപ്പൊ എനിക്ക് പറയാനുണ്ടെങ്കിൽ എന്തെങ്കിലും എനിക്ക് പറയാനുണ്ടെങ്കിൽ ഞാനത് എന്നെ സ്നേഹിക്കുന്നവർ എന്റെ പ്രേക്ഷകരുടെ മുന്നിൽ ഞാൻ വന്ന് പറഞ്ഞു.